ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. കുറച്ച് റീഡിങ്സ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ടൈമായി. ബിക്കോസ് ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ 1 വീക്കായിട്ട് കുറേ കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് പേഴ്സണൈസ്ഡ് റീഡിങ്സ്, പിന്നെ റീഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് കറന്റ് ഫീലിങ്സ് അങ്ങനെയുള്ളതൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. വേറെ പല ടൈംലെസ് റീഡിങ്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മളിത് നോക്കാൻ പോകുന്നത് കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ കാണുന്നോ ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയ് പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും കേട്ടോ. Divine, please guide me and the viewers in the person's current feelings എന്താണ് ഈ ഒരു ടൈമിൽ. Please guide me, universe. Okay. 4 of Pentacles in energies ആണ്. കാർഡ് കാണാൻ പറ്റുന്നില്ലേ? 1 minute. ലൈറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലേ നന്നായിട്ട്. The 4 of Pentacles in energies ആണ് കേട്ടോ. 4 of Pentacles. പ്രസന്റ് സിറ്റുവേഷൻ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് അല്ലെങ്കിൽ നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ, ഈ ഒരു കറന്റ് സിറ്റുവേഷൻ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ എന്താ ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയ്ക്കും അത്രയ്ക്കും ബെറ്റർ അല്ല, അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് അല്ലെങ്കിൽ ഒരു ടോക്സിക് പേഴ്സൺ ആണ് എന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഈ ഒരു വ്യക്തിനെ സ്റ്റിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പ്രസന്റ് എനർജീസിൽ. ഓക്കെ, നന്നായിട്ട് നിങ്ങൾക്കറിയാം വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള പൈസ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ ഇയാളുടേതായിട്ടുള്ള കാര്യങ്ങളോട് ഇയാൾക്ക് പ്രത്യേകമായിട്ടും സെൽഫിഷ് ആയിട്ട് ആളുകൾ ഉണ്ടല്ലോ. ഇപ്പം ഇപ്പം ഈ ഒരു വ്യക്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇവര് മാരിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനും കൂടെ കൊണ്ടുപോയിട്ടുണ്ടാവാം. ബട്ട് സ്റ്റിൽ എന്നിട്ട് ഈ ഒരു വ്യക്തി ഒരു പോയിന്റ് ആയപ്പോഴേക്കും നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നമുക്കിത് എൻഡ് ചെയ്യാം എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ് ഈ ഒരു വ്യക്തി പോയിട്ടുണ്ടാവാം. കാരണം നമുക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ട്. അത് എന്റേതായിട്ടുള്ള കാര്യങ്ങളല്ല, എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സന്റെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ എനർജീസ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു കണക്ഷൻ വളരെ കൺട്രോളിംഗ് ആണ്, ടോക്സിക് വേയിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോക്സിക് വേയിലാണ് നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു വ്യക്തി ശ്രമിക്കുന്നുള്ളതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, എന്നിട്ട് പോലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു കണക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മാത്രമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും സോഷ്യൽ മീഡിയയിലായിരിക്കും ഈ ഒരു വ്യക്തിയായിട്ട്. ഓക്കെ, സോഷ്യൽ മീഡിയ ഒരു മേജർ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു കണക്ഷനിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയെ എന്താ പറയാ, കുറച്ച് സിറ്റിയിലൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. എനിക്കിവിടെ ഫീൽ ചെയ്തൊരു എനർജീസും അങ്ങനെ തന്നെയാണ്. ഫ്ലാറ്റ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സിറ്റിസൺ എന്നുള്ള എനർജി ഉണ്ടല്ലോ, ആ ഒരു എനർജീസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ഇയാളുടെ ഒരു ക്യാരക്ടർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി കരിയറിൽ വളരെയധികം സ്റ്റേബിൾ ആയിരിക്കാം. ഇവരുടെ ലൈഫിൽ ഇവർക്ക് പൈസ ഒത്തിരി ഉണ്ട്, പക്ഷെ പൈസ ഒത്തിരി ഉണ്ടെങ്കിലും വീണ്ടും എനിക്ക് ഒത്തിരി അധികം ഏൺ ചെയ്യണം, ഒത്തിരി അധികം ഡ്രീംസും ഗോൾസും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ കറന്റ്ലി നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, തൊണ്ടയ്ക്ക് നല്ല ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റ് നേരെ ചൂനെ ചെയ്തോളാൻ വയ്യ, ആ ഒരു എനർജീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യക്തി. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എർത്ത് സൈൻ ആണ് കേട്ടോ. നമുക്ക് ആക്റ്റീവ് ആയിട്ടുള്ളത് എർത്ത് സൈൻ ആണ്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോമിനന്റ് ആയിട്ടുള്ളത് ഇവിടെ കാപ്രിക്കോൺ എനർജീസ് ആണ്. എല്ലാ സൈൻസും ലൈക്ക് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജീസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ കാപ്രിക്കോൺ ആണ് ഈ ഒരു എനർജിയിലുള്ളത്. നമുക്കിവിടെ അതാണ് സോളാർ ഫ്ലെക്സ് ചക്രാസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്തത്. ചെയ്യാൻ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു എനർജീസ്. സോ അതാണ് നിങ്ങളുടെ പേഴ്സണിനെ എനിക്ക് ഇവിടെ ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മാം ഒരു കാർഡ് വെച്ചിട്ട് ഫുൾ റീഡിങ് പറഞ്ഞല്ലോ എന്ന്? സോറി, കാർഡ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ബാക്കി കാർഡ്സ് കൂടി സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവരുടെ ജോബ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സംതിങ് റിലേറ്റഡ് ടു ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ജോബോ ആയിരിക്കാം ഈ ഒരു വ്യക്തി മേ ബി ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അവിടെ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒത്തിരി അധികം പൈസകൾ വന്ന് പോയി നിൽക്കുന്നുണ്ട്. ബട്ട് എന്നാൽ പോലും സ്റ്റിൽ ഒരു ക്യാഷ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവർ ഏറ്റവും കൂടുതൽ കരിയറിൽ ഫോക്കസ്ഡ് ആവുന്നുണ്ടാവും. അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. Divine, please guide me and the views in the person, the current feelings എന്താണ്? Okay, please guide me. Okay, 3 cards മതി. 8 of Wands, the Star, the Devil, Knight of Pentacles, bottom of the deck കേട്ടോ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്കിൽ ഉള്ളത്. അപ്പം എനിക്ക് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കാർഡ് രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം ഹാർഡ്ഷിപ്പുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒത്തിരി അധികം ഹാർഡ്ഷിപ്പ് ഈ ഒരു കണക്ഷനിൽ ഓവർകം ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം എന്താ പറയാ, പലപ്പോഴും എനിക്കൊന്നും ചിലർക്കൊക്കെ എങ്കിലും ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാർഡായിട്ടുള്ള ഹാർഡ്ഷിപ്പ്, ഏറ്റവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും നിങ്ങളുടെ കണക്ഷൻ തെറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മാരിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരിക്കും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു റിലീഫാണ്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ആണ്, ഒരു സ്റ്റെബിലിറ്റി ആണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള പ്രോബ്ലംസിനെയൊക്കെ മറന്ന് നിങ്ങൾക്ക് കുറച്ച് നമ്മൾ പറയത്തില്ലേ കുറച്ച് റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു കണക്ഷനിൽ നിന്നാണ്. ഓക്കെ, സോ ആ ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. അതേസമയം നിങ്ങളുടെ പേഴ്സന്റെ എനർജീസ് നമ്മൾ അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് നോക്കുകയാണെങ്കിൽ ഇയാൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പം ഇവിടെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എനർജീസ്. നിങ്ങളുടെ മിക്കവരും മാരിറ്റൽ റിലേഷൻഷിപ്പിലായിരിക്കും ഇവിടെ ഉള്ളത്, മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഇവരുടെ ഫാമിലിയും അല്ലെങ്കിൽ ഇവരുടെ നിങ്ങൾ നാട്ടിൽ വരുമ്പോഴായിരിക്കാം ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതുവരെ ഓൺലൈൻ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ വന്ന് നിങ്ങൾ അവരെ മീറ്റ് ചെയ്തു. പക്ഷെ ഈ ഒരു ടൈമിൽ ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ അഗെയിൻ വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വന്നതായിരിക്കാം. ഇപ്പം ഇവരുടെ ഫാമിലിയും ഇവരും ഈ ഒരു ഇവരുടെ ഫാമിലിയും മൊത്തം വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് ഇവർ പോയി അവിടെ സെറ്റിൽ ആവാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈമിൽ കണക്ഷൻ ഒക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ഒക്കെ ഉള്ളത് ഇവിടെയാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ. ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്, ബേർഡൻ ഉണ്ട്, നമുക്കത് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഇവിടെ ഒരു പ്രോഗ്രസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജി. സോ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുവാണെങ്കിൽ ഇവർ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷനിൽ നിന്ന് തൽക്കാലം ഇവിടെ നിന്ന് സ്കൂട്ട് ആവണം, ഇപ്പൊ ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് സ്കൂട്ട് ആവണം. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് നൈസ് ആയിട്ട് ഇപ്പൊ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് ഇവിടെ പോയിട്ടുള്ളതെന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നും ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടും മേ ബി ഇവരൊരു ഹീലർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹീലർ ആയിരിക്കാം. ഹീലർ മീൻസ് മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള നേഴ്സോ ഡോക്ടറോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉള്ള ഒരു എനർജീസ്. സ്റ്റാർ, അല്ലെങ്കിൽ ഇവർ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ ഇവർ ഏറ്റവും ഫേമസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ജോലിയിൽ ഇവർ ഫേമസ് ആയിരിക്കാം, സെലിബ്രിറ്റി ആയിരിക്കാം. ആളുകൾക്ക് ഒത്തിരി അധികം ഫാൻസ് ഒത്തിരി അധികം ഇവർക്ക് ഉണ്ടാവാം. ഓക്കെ,
സോ ലോകം മുഴുവൻ അറിയുന്നു എന്നുള്ള ഒരു എനർജി അല്ല. നമ്മള് ചിലരൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൽ ഏറ്റവും കൂടുതൽ ഫേമസും അട്രാക്റ്റഡും ആയിട്ടുള്ള ഒരു എനർജീസ് ആയിരിക്കും. ഇവരുടെ നാട്ടിൽ ഇവർ ഭയങ്കര ഫേമസ് ആയിരിക്കാം, ജോലി ചെയ്യുന്ന അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാറിന്റെ എനർജീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറയാണ് ഈ ഒരു വ്യക്തിയുടെ. ആരും പെട്ടെന്ന് അട്രാക്ട് ആവുന്ന ഒരു മാഗ്നറ്റിക് ഫുൾ പേഴ്സണാലിറ്റി ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി എന്താണ്, ഇവിടെ ഹോപ്പ് ഉണ്ട്. ഈ ഒരു വ്യക്തിക്കും ഈ ഒരു കണക്ഷനിൽ ഒരു ചെറിയ ഹോപ്പ് ഉണ്ട്. ഓക്കെ, സോ പക്ഷെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി ഈ ഒരു കണക്ഷനിൽ നിന്ന് ഫ്രീ ആവാനായിട്ട്, ഈ ഒരു വ്യക്തിയെ തന്നെ ഫ്രീ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതാണ് ഇയാളുടെ ഒരു, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്ഷൻ എപ്പോ വേണമെങ്കിലും ഇതിനൊരു റീബർത്തോ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങോ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. ആ ഒരു എനർജിയിൽ പലപ്പോഴും നിങ്ങൾ ഇരുന്നിട്ട്, അതുകൊണ്ട് ഈ ഒരു വ്യക്തി ഒരു സാമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ ഈ ഒരു ടൈമിൽ ഇവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു കണക്ഷനെ ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു എനർജീസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ഇവിടെ എയർ സൈൻ അക്വേറിയസ് ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. പിന്നെ മെർക്കുറിയും അക്വേറിയസ് എനർജീസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ കാപ്രിക്കോൺ, സജിറ്റേറിയസ്, ഫയർ സൈൻ, എർത്ത് സൈൻ, എയർ സൈൻ. എർത്തും എയറും ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. എർത്ത് എനർജീസ് ആണ് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അതിൽ ലിയോയും വെർഗോയും അതുപോലെ തന്നെ കാപ്രിക്കോൺ എനർജീസ്. ഓക്കെ, സോ അപ്പം വേറൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജീസ്, എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ ഒരു വ്യക്തിനെ ഇട്ടിട്ട് പോകാൻ പാടില്ല, എനിക്ക് ഈ ഒരു കണക്ഷൻ വേണം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനിലേക്ക് പോകുന്നതിന് നിങ്ങളെ ഒത്തിരി അധികം റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളൊരു വിക്റ്റമായിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. എന്നെ സെക്ഷലി യൂസ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നെ മിസ്യൂസ് ചെയ്തു, എന്താ പറയാ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ കൺട്രോളിലാണ് ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീലിങ്സിനെ, നിങ്ങൾക്ക് ഇമോഷൻസിനെ ഒക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഈ ഒരു ടൈമിൽ ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ഒരു കണക്ഷനിൽ എന്താണ് ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും കൂടുതലായിട്ട് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. സോ നിങ്ങൾ തീരുമാനിക്കുന്നത്, ഇതിന്റെ ഡെസ്റ്റിനി അല്ല ഈ ഒരു കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്, ഞാനാണ്. യൂണിവേഴ്സ് അല്ല ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു കണക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഇവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് നല്ല രീതിക്കുള്ളൊരു അഡിക്ഷൻ ഉണ്ട്. ഒരു സെക്ഷുവൽ അഡിക്ഷൻ ആവാം മേ ബി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു, നമ്മൾ പറയില്ലേ ഒരു വ്യക്തിയോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു എനർജീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതും നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫുൾ അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ഈ ഒരു വ്യക്തിയും നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷനിൽ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരും, പക്ഷെ അതൊരു ഗോയിങ് വിത്ത് ഫ്ലോ എന്നുള്ള ഒരു എനർജിയിലായിരിക്കും. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നേരത്തെ എങ്ങനെ ആയിരുന്നു ആ ഒരു എനർജിയിലേക്ക് വരാനുള്ള സാധ്യതയില്ല. ബട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടാവും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻസിലാണെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്നുണ്ടാവും. ലൈറ്റ് ചില സമയത്തൊന്നും ഇല്ലല്ലേ, എന്താന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോയി വന്ന് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യാത്തൊരു സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ എനർജീസ് ആണോ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇമെയിലിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരും ഉണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാം പിടിച്ച് ബ്ലോക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഇമെയിൽ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ സ്റ്റക്കാണ്. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ ഒരു എനർജീസ്, നിങ്ങൾ ഇനി ഒരു തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ആക്ഷനും ഒരു കണക്ഷൻ എടുക്കത്തില്ല എന്ന് ഉറച്ച് തീരുമാനിച്ച് നിൽക്കുന്ന ഒരു എനർജീസിനെയാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ എനർജീസിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് നിങ്ങളുടെ എനർജീസും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻസും ആണ് ഏറ്റവും കൂടുതൽ വരുന്നുള്ളത്. ഓക്കെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഫോർ ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ്. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ നല്ല പേരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹീൽ ആവാൻ ശ്രമിക്കുകയാണ്. അഡിക്ഷനെ കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ ഉള്ളിൽ ആ ഒരു അഡിക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ളൊരു ഹോപ്പിന്റെ പുറത്താണ് ഇവിടെ ഈ ഒരു വ്യക്തി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളത്. കാരണം നിങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് എപ്പോ വേണേലും ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്ങോ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ്,
ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഓക്കെ, നോക്കാം. വല്ലാത്തൊരു എനർജി ആയിപ്പോയി അല്ലേ? എനിക്ക് വലിയ സങ്കടമാണെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ divine please guide me and the person to give me 3 cards. Yes. Morality. ജസ്റ്റിസിന്റെ കാർഡാണ് മൊറാലിറ്റി കേട്ടോ. മൈൻഡ്. ഇതില് കുറച്ച് കാർഡ്സും കൂടി നമ്മൾ ഒറാക്കിൾസിന് അല്ല ടാരോട്ടിന് എടുത്തു കഴിഞ്ഞാൽ റീഡിങ് നീണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ റീഡിംഗ് ആയിട്ട് ഇരിക്കുന്നുള്ളത് കേട്ടോ. ചെറിയ റീഡിംഗ് ആയിട്ട് കട്ട് ചെയ്യുന്നുള്ളത്. അധികം കാർഡ്സ് സ്പ്രെഡ് ചെയ്യാത്തതാണ്. 3 കാർഡ്സ് വീണിട്ടുണ്ടായിരുന്നു. 3 കാർഡ്സ് നമുക്ക് വേണ്ട. സൈലൻസ്. ദി ഫൂൾ. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ പോസിറ്റീവ് എനർജീസ് കറന്റ്ലി ഒരു ഗോയിങ് വിത്ത് ഫ്ലോ എനർജീസ് ആണ്. അപ്പം ഈ ഒരു ടൈമിൽ ഒന്നും ഒരു ആക്ഷനും എടുക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അവർ ഒത്തിരി അധികം ചിന്തിച്ചിട്ടുണ്ട്. ചിന്തിച്ചതിന് ശേഷമാണ് ഈ ഒരു വ്യക്തി ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഈ ഒരു കണക്ഷനിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാം. കാരണം എനിക്ക് എന്റെ ഫാമിലി ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആയിരിക്കുന്ന സിറ്റുവേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. സോ ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യും എന്നുള്ളൊരു എനർജി ഇവിടെ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ അപ്പം ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ചേറെ സമയം എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രീ, അതിലൊരു കുറെ ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നു. അതിനുശേഷം അത് പഴുക്കാനായിട്ട് കുറെ ടൈം എടുക്കുന്നുണ്ടോ? അത് പഴുക്കുന്നതിന് മാത്രമല്ല, അത് പഴുത്താൽ പോലും അത് ആ ഒരു അതൊരു പഴുത്ത് താഴേക്ക് വീഴാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ഒത്തിരി ടൈമുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇന്ന മൊമെന്റിൽ ഈ ഒരു ഫ്രൂട്ട് പഴുത്ത് താഴേക്ക് വീഴും എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ കണക്ഷന്റെ കാര്യവും. ഇപ്പൊ സംഭവിച്ചിട്ടുള്ള കാര്യം ഇതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സമയത്താണ് ഈ ഒരു കണക്ഷൻ ഒറ്റയടിക്ക് വീണിട്ടുള്ളത്, ഒറ്റയടിക്ക് ഇല്ലാതായി പോയിട്ടുള്ളത്. കാരണം അതുവരെ നിങ്ങൾക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ ഒരു കണക്ഷൻ എനിക്ക് മുന്നോട്ട് പോയാൽ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, ഇയാൾ എന്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകും, ഇതിൽ എനിക്ക് ഹാപ്പിനെസ് ആയിരിക്കും, ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാകും. കാരണം ഓൾറെഡി നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ ഒരു ട്രീയുടെ കാര്യം. ആ ട്രീ വളർന്നു വന്നു, അതിൽ ഫ്ലവർ ചെയ്തു, അതിൽ ഫ്രൂട്ട് ഉണ്ടായി, അത് പഴുത്തു തുടങ്ങി. സോ അപ്പം അതൊക്കെ ഹോപ്പാണ്. നമ്മൾ അധ്വാനിച്ചിട്ടുള്ള, നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു എഫോർട്ട്, അതിനൊരു ഫ്രൂട്ട് ഉണ്ടായി, അതിലൊരു ഫലം വന്നു, അത് പഴുത്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ ലൈക്ക് ആ ഒരു എനർജിയാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എഫോർട്ട്. ആ ഒരു എനർജിയൊക്കെ ഇതാ ഒരു സക്സസിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയിലാണ് പെട്ടെന്ന് ഈ ഒരു കണക്ഷനിൽ ഒന്നുമില്ലാതെ ഒരു സീറോ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ടൈമിൽ ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്, എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഗാർഡൻ ഉണ്ടാവാം, അതെല്ലാം അത് ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി. ഗാർഡൻ മീൻസ് ആരുടെയൊക്കെയോ വീട്ടിൽ നിങ്ങൾ യൂണിവേഴ്സിൽ ഒത്തിരി അധികം നിങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒത്തിരി അധികം ഫ്ലവേഴ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുറെ അധികം ഫ്ലവേഴ്സ്, അതിലൊക്കെ ഒത്തിരി അധികം ഫ്ലവേഴ്സ്, ഗാർഡനിങ്ങിലൊക്കെ എന്താ പറയാ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട് തരുന്ന കുറെ എന്തെങ്കിലുമൊക്കെ ഗാർഡൻസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അത് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതലായിട്ടും ഈ ഒരു കണക്ഷൻ വന്നതിന് ശേഷം യൂണിവേഴ്സുമായിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പുതിയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അകത്തും ഒക്കെ നിങ്ങൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് അത് ആ യൂണിവേഴ്സിലെ എല്ലാ തരത്തിലും നിങ്ങൾ എന്താ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ആ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കൂടുതലായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജീസ് ആണ് ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളുടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഗാർഡനിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാവാം. നിങ്ങൾ റീസെന്റ് ആയിട്ടായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടികളും മരങ്ങളും ഒക്കെ നിങ്ങൾ നട്ടുപിടിപ്പിച്ച് വീടിന് ഫുള്ളും ഫ്ലവേഴ്സും പ്ലാന്റും ഒക്കെ നട്ടുപിടിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടാവാം. എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല ഇത് ആരുടെയോ സ്പെസിഫിക് എനർജീസ് ആണ്. ഇപ്പം ഇങ്ങനെയുള്ള ക്ലൂസ് ഒക്കെ നമുക്ക് റീഡിങ്സിൽ വരുമ്പോൾ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നുള്ളത് കേട്ടോ.
ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ചിലരുടെയൊക്കെ പേഴ്സൺ എനിക്ക് തോന്നുന്നു ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. മേ ബി ടെലികോളർ ആവാം, നമ്മൾ ഫോൺ വിളിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് സിമ്മിന്റെയോ അങ്ങനെ എന്തെങ്കിലും ടെലികോളിംഗ് ജോബുകൾ വല്ലതും ആയിരിക്കാം ഈ ഒരു വ്യക്തി. അങ്ങനെ ആയിരിക്കാം മേ ബി നിങ്ങളോട്ട് ആക്സിഡന്റലി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. അതെനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു സ്പെസിഫിക് മെസ്സേജ് ആണ് കേട്ടോ. എല്ലാവർക്കും ഇത് റെസനേറ്റ് അല്ല. ഇങ്ങനെയാവാം നിങ്ങൾ സംസാരിച്ച് ഫോണിലൂടെ പിന്നീട് നിങ്ങൾ അങ്ങ് കണക്ട് ആയി ഒരു റിലേഷൻഷിപ്പിലായി. ഇപ്പം ഇതിലൊരു ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു എനർജീസ് ആണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജീസ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരിയധികം കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒത്തിരി. കാരണം ഇവിടെ മൂണിന്റെ എനർജി ഏറ്റവും കൂടുതൽ. മൂൺ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന ഒരു എനർജീസ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പക്കൽ ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഇവരെ മതി എന്നുള്ള ഒരു എനർജിയാണ്. പക്ഷെ അതെങ്ങനെയാണ്? ടോക്സിക് ആണ്. ആള് നിങ്ങളെ സെക്ഷലി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അവരെ കുറിച്ചൊരു നെഗറ്റീവ് എനർജീസ് ആണെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളെ കാണാനായിട്ടോ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ ഡെസ്റ്റൈൻഡ് ആയിട്ടുള്ള ചില ബന്ധങ്ങളെ കണ്ടുപിടിക്കാനോ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ അപ്പം ഈ ഒരു ടൈമിൽ ഒരു സൈലൻസിന്റെ എനർജീസ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് മാത്രമല്ല ഒരു വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യും. പക്ഷെ എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൺ അത്രയ്ക്കും നിങ്ങളോട് ഇൻട്രസ്റ്റഡ് ആണ്, ഇൻട്രസ്റ്റ് ഉണ്ട്. അവർ നിങ്ങളുമായിട്ട് അത്രയ്ക്ക് നിങ്ങളില്ലാതെ ജീവിക്കുക, അങ്ങനത്തെ ഒരു എനർജീസും എനിക്ക്. പക്ഷെ ഇവർക്ക് നിങ്ങളോടൊരു സെക്ഷൽ അഡിക്ഷൻ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇമോഷൻസിന്റെ യാതൊരു എനർജീസും എനിക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു റീഡിങ്ങിൽ കാണാൻ പറ്റുന്നില്ല. നല്ല രീതിക്ക് ഒരു അഡിക്ഷൻ ഉണ്ട്. മേ ബി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കാർമിക്സ് ആയിരിക്കാം. നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമാസ് എന്തെങ്കിലും ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കണം ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ സെപ്പറേറ്റഡ് ആയിട്ട് പോയിട്ടുള്ളത്. മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫോർ സം ഓഫ് യു, വളരെ കുറച്ച് പേർക്കൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. വർഷങ്ങളായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ. ഒരു എന്താ പറയാ, ചിലരൊക്കെ ഒരു 15 വർഷമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ എന്താ പറയാ, അല്ലെങ്കിൽ ഒരു 17 മന്ത് അത്രയും ടൈം ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള 17 മന്ത് മീൻസ് 1 ഇയർ, ആ ഒരു സംതിങ് 2 ഇയറിലൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ലോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ്, ഒരു ലോങ് ആയിട്ടുള്ള ഒരു കാർമിക് സൈക്കിൾ ആണ്. അപ്പം എത്രമാത്രം നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് പാടുണ്ടാവാം. ഇത് ലോങ് ആയിട്ടുള്ള ഒരു കാർമിക് സൈക്കിൾ ആണ്. സോ ആ ഒരു സൈക്കിൾ ഈ ഒരു ടൈമിൽ എൻഡ് ആയിട്ടുണ്ടാവാം. ആ ഒരു എനർജീസ് ആണ്. കാരണം ഇവിടെ എനിക്ക് ന്യൂ ബിഗിനിങ്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, ന്യൂ ബിഗിനിങ്സ് ഇല്ല. ബട്ട് ഇവിടെ ഫൂള് വന്നിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഫൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫൂൾ അവനവൻ്റെതായിട്ടുള്ള ഹാപ്പിനെസ്, അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങള്, ഹാപ്പിനെസ് നോക്കിക്കേ. എന്ത് സിറ്റുവേഷൻസ് ആണെങ്കിലും ഫുൾ കെയർ ഫ്രീ ആണ്. എന്ത് വന്നാലും ഓക്കെ ഫൈൻ എന്നുള്ളൊരു എനർജിയിലാണ് ആ ഫുൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പം ആ ഒരു എനർജീസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഉണ്ട്. ഒരു ഗോയിങ് വിത്ത് ഫ്ലോ ആണ്. സോ എന്ത് സിറ്റുവേഷൻസ് വന്നാലും നേരിടാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ. അപ്പം എനിക്ക് ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കാം. നാളെ സ്ട്രോബെറി മൂൺ ആണ് കേട്ടോ. മൂൺ മെസ്സേജസ് നോക്കാം. See, a time to give rather than take എന്നുള്ള ഒരു എനർജീസ് ആണ്. ന്യൂ മൂൺ ഇൻ വിർഗോ എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ടൈം ടു ഗീവ് rather than take. സോ അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ കണക്ഷന് വേണ്ടിയിട്ട് എന്താ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ടൈമുകളാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരു ഗിവർ ആയിട്ടായിരിക്കാം ഈ ഒരു കണക്ഷനിൽ. അപ്പം ഈ ഒരു ടൈമിൽ നിങ്ങൾ അതിൽ കൂടുതൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഈ ഒരു വ്യക്തി ഒരു തരത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു എനർജീസ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം അവരുടെ എനർജീസ് അതാണ്. എ ടൈം ടു ഗീവ് rather than ടേക്ക്. കിട്ടുക എന്നുള്ള ഒരു പ്രതീക്ഷയോടല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു കണക്ഷനിൽ ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത് നിങ്ങളോട്. നോക്കട്ടെ. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. അപ്പം ചിലർക്കൊക്കെ ഇവിടെ ഈ ഒരു കണക്ഷന്റെ എൻഡിങ് ആണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ പാസ്റ്റിനെ ബാക്കിലേക്ക് വലിക്കാതിരിക്കുക. കാരണം പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ. ഇതൊരു നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് എൻട്രി ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയിട്ടും ആയിരിക്കാം നിങ്ങളിവിടെ കാണുന്നുണ്ടാവും. അപ്പം ഈ ഒരു കണക്ഷനിൽ എന്താണോ സംഭവിച്ചത് അതിനെ ബാക്കിലേക്ക് വലിച്ച് നിങ്ങൾ ഡൗൺ ആവാതിരിക്കുക. സോ നിങ്ങൾ ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്ന് ബിലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും ബിലീവ് ചെയ്തിരിക്കുക. അതിനെ ഡൗട്ട് ചെയ്യാൻ പാടില്ല.
ഓക്കെ, നെഗറ്റീവ് ആയിട്ടുള്ള പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പാസ്റ്റ് ആയിട്ട് വിട്ടേക്കുക. എന്നിട്ട് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്റ്റിൽ ഇത്രയും ടോക്സിക് ആണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവരെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പാസ്റ്റിനെ പിടിച്ചു നിൽക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു എനർജീസ് ആയി അതിവിടെ കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ആക്ഷൻസ് ഒന്നും എനിക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നില്ല. യാതൊരു തരത്തിലുള്ള ആക്ഷൻസും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നമുക്കിവിടെ ഒരു കാർഡ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൈലൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു സൈലൻസ് എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം എന്റെ മനസ്സിൽ അത് ക്ലാരിഫൈ ചെയ്യണം എന്ന് വന്നു. വൈ ഹിയർ ഈസ് സൈലൻസ്. കിങ് ഓഫ് പെന്റിക്കിൾസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്, നൈറ്റ് ഓഫ് സോർഡ്സ്. ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസിന്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ കിങ് ഓഫ് പെന്റിക്കിൾസ് മീൻസ് ഫാമിലി പേഴ്സൺ, മാരിഡ് ആയിരിക്കാം, നിങ്ങൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം മിക്കവരും ഈ റിലേഷൻ. ഇപ്പൊ ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെ ഫാമിലി കൾച്ചർ അവർക്ക് എന്താ ആ ഒരു എനർജിക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ടായിരിക്കാം നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു വ്യക്തി. ബട്ട് ഡോണ്ട് വറി, ഇവിടെ നൈറ്റ് ഓഫ് സോർട്സിന്റെ എനർജീസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബിഗ് ചേഞ്ചസ് കാണാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബട്ട് അത് സ്റ്റേബിൾ ആയിരിക്കില്ല ആ ഒരു എനർജീസ്. ഓക്കെ, ആ ഒരു എനർജീസ് ആണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ യെസ് ആണ്. യെസ് ആണ് കേട്ടോ. അപ്പൊ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻസർ എസ് ആണ്. ബിക്കോസ് അവിടെ ഓവറോൾ എനർജീസ് എല്ലാ കാർഡ്സും എസിനെ കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. എസ് എനർജീസ് ആണ്. എനിക്ക് ഓൾറെഡി നമ്മൾ എസ് ഓർ നോ പറയാറില്ല. പക്ഷെ ഈ ഒരു ടൈമിൽ എന്റെ മൈൻഡിൽ, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ ആൻസർ പൂർണ്ണമായിട്ടും ഒരു 100% യെസ് ആണ്. ഓക്കെ, സോ അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും എന്റെ അടുത്ത് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.